ഉമ്മ ഞാൻ ആകെ കുടുങ്ങിയിട്ടുണ്ട്. എന്താ കാട്ടെന്ന് ഒരു പിടുത്തം എനിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ. ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഉമ്മ എനിക്ക് തരുന്ന ചില മോട്ടിവേഷൻസ് ഉണ്ട്. വലിയ അടക്കം ചുറ്റുള്ള വാക്കുകളൊന്നുമല്ല, ശുദ്ധ മലയാളമല്ല. പേജ് വേണ്ട, മൈക്ക് വേണ്ട, ബീജിയം വേണ്ട, ഒരു പെണ്ണ് പോലും വേണ്ട. ഉമ്മ അങ്ങനെ പറയാം. അപ്പൊ പൊന്നാരെ കുട്ടിയൊന്നും ഉണ്ടാകത്ത്. ഇതിനെപ്പറ്റി വച്ചവപ്പം പഠിച്ചും കാണിച്ചില്ലേ? കുറെ കടന്ന് കലാഴ്ച കേൾപ്പിട്ടൊന്നും ഒന്നും ആവാൻ പോണില്ല. അതൊക്കെ പഠിച്ചും കരുതുന്ന കണക്കുണ്ടാവും ചെറിയായി. ചിലപ്പോൾ ചിലക്കാതെ പോയിട്ട് എൻ്റെ പണിയെടുത്തു. ഇതാണ് മോനെ മോട്ടിവേഷൻ. ഉമ്മാന്റെ മുഖവും ഉമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനസ്സുകളും ഒക്കെ ഇങ്ങനെ മനസ്സിലിട്ട് തിരിച്ച് ഈ വാക്കുകൾ ഇങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലോ സത്യം വളരെ ഒടുക്കത്തെ ഫീലിംഗാ. അതാണല്ലോ ഏറ്റവും വലിയ കനപ്പെട്ട രീതി നമ്മുടെ ജീവിതത്തിൽ. എന്റെ ഉമ്മ എനിക്കൊരു കഥ പറഞ്ഞു കേട്ടോ. നല്ല രസകരമായ കഥയാണ്. ഒരു മിന്നാമിന്നിയുടെയും പാമ്പിന്റെയും കഥയാണ്. രാത്രി സമയത്ത് ഇങ്ങനെ മിന്നി നടക്കുമ്പോൾ പാമ്പതിന് പിടിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പൊ എന്തായാലും ചാകുമെന്ന് ഉറപ്പായപ്പോ മിന്നാമിന്നി പാമ്പിനോട് പറഞ്ഞു, കേട്ടോ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്, എന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പൊ പാമ്പ് പറഞ്ഞു, വേഗം ചോദിക്കേ. മിന്നാമിന്നി പറഞ്ഞു, എടാ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ പാമ്പ് പറഞ്ഞു, ഇല്ല. എടാ ഞാൻ നിന്റെ ഇരകളിൽ പെട്ടതാണോ? അല്ല. എടാ എന്നെ കഴിച്ചതിന് എന്തെങ്കിലും സന്തോഷം നിനക്ക് കിട്ടോ? ഇല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? അപ്പൊ പാമ്പ് പറഞ്ഞു, നീ ഇങ്ങനെ മിന്നി നടക്കുന്നത് എനിക്ക് പറ്റുന്നില്ല എന്ന്. ഒരു റീസൺ അത് ഒരിക്കലല്ല. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെ പിടിച്ച് കഴിക്കാൻ ഈ ഭൂമിയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആക്സെപ്റ്റ് ഇറ്റ്. ഒരു കുറ്റവും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും പറയാൻ ആൾക്കാരുണ്ടാവും. സൊല്യൂഷൻ എന്താ? ഒന്നുമില്ല. അമ്മ പറഞ്ഞ പോലെ നല്ലതൊക്കെ ചൊല്ലി പറഞ്ഞ് മനകുട്ടി കടന്നോളി. രസകരമായിട്ടുള്ളൊരു കവിത ഞാൻ വായിച്ചിട്ടോ. അപ്പൊ എനിക്കിങ്ങനെ തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ തുളസി ചെടിയും ആൽമരവും ഹിന്ദുവായി, ഈന്തപ്പനയും മൈലാഞ്ചി ചെടിയും മുസ്ലിമുമായി, ആനയും പശുവും ഹൈന്ദവരായപ്പോൾ ആടും പോത്തൊക്കെ മുസ്ലിമാൻ തന്നെയായിരുന്നു. കാക്കയും പരുന്തും ഹിന്ദുവാകണം, എങ്കിലേ പ്രാവും മബാബിയിലും മുസ്ലിം ആവുന്നതിൽ അർത്ഥമുള്ളൂ. നക്ഷത്രവും അമ്പടിക്കലയും ഇസ്ലാമായപ്പോൾ മേഘവും സൂര്യഭഗവാനും ആരും അറിയാതെ ഹിന്ദുവായി മാറി. പടിഞ്ഞാറ് ഇസ്ലാമായ തെക്ക് ഹിന്ദു തന്നെ, സംശയമൊന്നുമില്ല. കുളം ഹിന്ദുവായിട്ടോ, പുഴ മുസ്ലിമും. ചെമ്പരത്തി ഹിന്ദുവാകുമ്പോൾ മുല്ല എന്തായാലും മുസ്ലിം ആവണം. ബിരിയാണി പിന്നെ എപ്പോഴും മുസ്ലിമാണ്. സദ്യ ഹിന്ദുവല്ല എന്ന് തെളിയിക്കാൻ എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ല. ഇനി ആകാശവും ഭൂമിയും വെള്ളവും വെളിച്ചവും കാറ്റുമൊക്കെ എപ്പോഴാണാവോ അതിൻ്റെ ഒക്കെ തനിനിറം വെളിവാക്കുന്നത്. ഈ കവിതയിൽ വലിയൊരു പാടുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും. ഈ കവിതയുടെ കൂടി എഴുതാത്തൊരു വരി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്: ആര് എന്തിന് എന്താക്കിയാലും ശ്വസിക്കുന്ന ശ്വാസം ഈ കാലം അവസാനിക്കുന്നത് വരെ ഒരു മതത്തിലും ചേരുകയില്ല. അതാണ് സത്യം. ഹാവ് എ നൈസ് ഡേ.